ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരമൽ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ഇനി മെൽറ്റായിട്ട് വരണം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് മുഴുവനും മെൽറ്റായിട്ട് വരണം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഒരുപാട് കളറാകാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇത്രയും കളർ മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് വരും, പക്ഷെ കുഴപ്പമില്ല. ഇതേപോലെ പിന്നീട് നന്നായിട്ട് മെൽറ്റായിട്ട് വരും, കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് പോകും. അപ്പോൾ ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് അളവിൽ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തും 1/4 കപ്പ് പ്ലം ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/3 കപ്പ് കുറച്ച് ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്നട്ടും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും പ്ലം കേക്ക് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും കൂടുതലായിട്ടും ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് വെള്ളഭാഗം കൂടാതെ ഒന്ന് പീൽ ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗ്രാമ്പൂ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഗ്രാമ്പൂ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങോട്ട് കട്ടിയായിട്ട് പോകും തണുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് പട്ട, ഗ്രാമ്പു, ജാതി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 ഗ്രാമ്പു, പിന്നെ ചെറിയ പീസ് പട്ട, ഏലക്കയുടെ കുരു എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയുടെ കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഇനി നമുക്കിവിടെ വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി മുഴുവൻ ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ക്യാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യാരമൽ സിറപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദ ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ കൂടെ തന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടാവും. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 170 ഡിഗ്രിയിൽ ഒരു 50 to 70 മിനിറ്റ് വരെയെങ്കിലും ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരും. കാരണം ഇത് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം എടുക്കും. പിന്നെ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്ലം കേക്കിൻ്റെ തന്നെ. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 50 മിനിറ്റ് ആയപ്പോഴത്തേക്കും നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ മറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ആവുന്ന സമയത്ത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് 50 മിനിറ്റിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. സമയം വ്യത്യാസം വരാം.
അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും വന്നിട്ട് അടിയിൽ വന്ന് കിടപ്പൊന്നുമില്ല. എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ അന്ന് തന്നെ ഒരിക്കലും കട്ട് ചെയ്യരുത്. അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. എന്തായാലും 1-2 ദിവസം കഴിയാതെ ഇത് കട്ട് ചെയ്യരുത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് പ്ലം കേക്കാണ്. എത്ര സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. ഈ ക്രിസ്മസിന് എല്ലാവരും എന്തായാലും ഒരു പ്ലം കേക്ക് തയ്യാറാക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്